ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്ലാറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് ഇടുന്നൊക്കെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 12 വീട് വരുന്നൊരു ഫ്ലാറ്റാണ്. അപ്പോൾ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന ഇപ്പോൾ മോൾ ഭാഗം കെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് 2 ഫ്ലോറിൻ്റെ ഏറെക്കുറെയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗത്ത് മൊത്തം പൈപ്പിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് വയറിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് വരുന്ന ഭാഗം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 12 വീടാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നേരെ നമുക്ക് കയറേണ്ട പാസേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വരുന്നത് ഓരോ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ 2 വീടും ഇവിടെ 2 വീടും, അങ്ങനെ 4 വീടാണ് ഒരു ഫ്ലോറിൽ വരുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ പാനൽ ബോർഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഭാഗത്താണ് വെക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഈ കാണുന്ന സ്പേസിലാണ് പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിക്കാം. ആ എൻട്രൻസ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളതാണ് കേട്ടോ, ആ വിൻഡോ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ ഒരു വീട്ടിൽ വരുന്ന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇവിടുത്തെ DB വരുന്നത്. 6 വേ വരുന്ന TPN DB ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ DB അടക്കം നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് പോലെ സെറ്റാക്കി ഉറപ്പിച്ചിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ. സീലിംഗ് കൂടി ഇതിലേക്ക് വരാനുള്ള പാനൽ റൂമിൽ നിന്ന് വരാനുള്ള സെക്ഷൻ മാത്രമേ നമുക്ക് സീലിംഗ് കൂടി ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചുമര് വാൾ കട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വൈറ്റ് പൈപ്പ് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇൻവെർട്ടർ സെക്ഷൻ ഇട്ടിരിക്കുന്നതാണ് വൈറ്റ് പൈപ്പ്, ബ്ലാക്ക് നമ്മൾ പവർ സെക്ഷനുമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ TV യൂണിറ്റും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അത് നെറ്റ്വർക്കിൻ്റെ ഇതാണ് വരുന്നത്. അതിന് പൈപ്പ് 1.5 ഇട്ട് കൊടുത്തിട്ടുണ്ട്, TVയുടെ വയറൊന്നും കാണാതിരിക്കാൻ. അതേപോലെ തന്നെ സാധാരണ നിലവിൽ സീലിങ്ങിലുള്ള പോയിൻറ്റും ഫാനൊക്കെ നമ്മൾ നേരത്തെ പോലെ പറഞ്ഞാൽ സ്ലീവൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് ഫാനിൻ്റെ പോയിൻ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ വാട്ടർ ലെവൽ ചെയ്ത് പക്ക ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റും ഉറപ്പിച്ച് കൊടുക്കും കേട്ടോ. എല്ലാ ബോക്സും നിങ്ങൾക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് നമ്മൾ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാസ്കിൻ ടാപ്പ് ഇട്ടിട്ട് മെറ്റൽ ബോക്സ് കംപ്ലീറ്റും അതേപോലെ ഉറപ്പിച്ച് വാട്ടർ ലെവൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഫൂട്ട് ലാമ്പ് വരുന്നുണ്ട്. അതേപോലെ ഒരു ലൈറ്റ് വാളിൽ വരുന്നുണ്ട്. വാളിൽ 2 ലൈറ്റാണ് വരുന്നത്, ഒരു ട്യൂബും ഒരു ചെറിയൊരു ഫാൻസി ലൈറ്റും. അതേപോലെ AC വരുന്നുണ്ട്. സീലിങ്ങിൽ 4 പോയിൻറ്റും ഫാനും. അപ്പോൾ AC കടക്കാൻ നമ്മൾ ഇതേപോലെ ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് സ്ലോപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി അത് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട് AC അവർക്ക് വെക്കാൻ പറ്റും. 2 വേ സ്വിച്ചും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ACയുടെ സ്വിച്ചിനാണ് കാണുന്ന ബ്ലാക്ക് വൈപ്പ് ഇറക്കിയിട്ടുണ്ട് പവറിൻ്റെ. ഇവിടെയാണ് സ്വിച്ച് ബോർഡ് ചൂടും കാര്യങ്ങളൊക്കെ വരുന്നത്. ആകെ 2 ഭാഗത്താണ് സ്വിച്ച് ബോർഡ് വരുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള പൈപ്പാണ് എടുത്തത് കേട്ടോ. അതായത് ഇതിൻ്റെ മുകളിലേക്കുള്ള പൈപ്പാണ്. ഇനി കുറച്ചുകൂടി പൈപ്പ് വരാണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 350 ലെങ്ത്ത് പൈപ്പ് നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലോറിലേക്കുള്ള പൈപ്പാണ്. 25 mm പൈപ്പ് അധികം ഉപയോഗിച്ചിട്ടില്ല, കംപ്ലീറ്റ് 20 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പൈപ്പ് നമ്മൾ വരാൻ കാരണം 20 ഉപയോഗിക്കണമെന്നാണ്. അതേപോലെ മെഷ് കംപ്ലീറ്റ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെഷ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാത്റൂമാണ്. അതേപോലെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തൊക്കെ എക്സോസ്റ്റ് ഫാനിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് കൊടുത്തിട്ട്. അപ്പോൾ തേക്കുന്ന സമയത്ത് അവർ ചെരിവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എക്സോസ്റ്റ് ഫാൻ വെക്കുന്ന സമയത്ത് അടക്കം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചെയ്ത് കേട്ടോ. AC നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും നമ്മൾ ഉറപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. 2 വേ കാര്യങ്ങളും AC ഇതൊക്കെ അവിടെ വരിക. ACക്ക് ബ്ലാക്ക് വൈപ്പാണ് ഇട്ടിരിക്കുന്നത്, പവർ പോയിൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയൊരു വീടാണ്, പക്ഷേ അത്തരത്തിൽ അത് ഒരുപാട് വലിയ പോയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2 RCCB വെച്ചിട്ടാണ് ഇൻവെർട്ടറിനും KCBക്കും സെപ്പറേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് 2ാമത്തെ വീടാണ്. ഇതിൽ വാഷ് ബേസും കാര്യങ്ങളും ഡൈനിങ്ങത്തെ വരുന്നുണ്ട്. ഒക്കെ ഇതേ സെയിം തന്നെ, ഒക്കെ ഒരേ പോലെ തന്നെയാണ്. ഇതിന് ഇൻവെർട്ടറും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇൻവെർട്ടറിന് നമ്മൾ 4 മോഡൽ ബോക്സാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 4 മോഡലാണ് ചെയ്യാറ്. DP സ്വിച്ചും 16 സോക്കറ്റും. ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് കേബിളാണ്. അത് നേരെ ഇൻവെർട്ടറിലേക്ക് പോകും. അത് ബോക്സ് വെച്ചിട്ടില്ല, സെപ്പറേറ്റ് പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 12 വീടും 12ഉം ഇതേപോലെ തന്നെ വരുന്നത് കേട്ടോ. ഒരു വ്യത്യാസമല്ല, എല്ലാത്തിൻ്റെയും അളവും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ വരും. നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ CC ക്യാമറയുടെ ഒക്കെ ഓൾറെഡി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഔട്ട്ഡോർ കൂടി വരുന്ന ലൈറ്റുകളുടെ പൈപ്പ് നേരെ കൊണ്ടുപോയിക്കുകയാണ്. അത് ടൈമറിലാണ് വർക്ക് ചെയ്യുക. അതായത് പുറത്ത് കത്തുന്ന എല്ലാ ലൈറ്റുകളും ടൈമറിൽ കറക്റ്റായിട്ട് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും, അല്ല ഒരു ഓട്ടോമാറ്റിക് ഓൺ ആയിട്ട് ഒരു 10 മണിയൊക്കെ ഓഫ് ആവുന്ന ടൈപ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഫ്ലാറ്റ് ആയതുകൊണ്ട് ആരും ഇത് ഓഫ് ആക്കാൻ നിൽക്കില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ടൈമറിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട്
ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പുകളാണ് ആ കാണുന്ന പൈപ്പുകളൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കണക്ഷൻ പറയുന്നത് ഇത് 2 എന്ന് പറയുമ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെയും മോട്ടറിൻ്റെയും അതേപോലെ ഈ റൂമുകളുടെ പാസേജിൻ്റെ ഒക്കെ ഒരു കണക്ഷനിലാണ് വരിക. അത് കോമൺ കണക്ഷനിലാണ് വരിക. മറ്റേതൊക്കെ സിംഗിൾ ആയിട്ടുള്ള ഓരോ വീട്ടിലേക്കുള്ള കണക്ഷൻ അങ്ങനെ വരും. 12-13 മീറ്റർ നമുക്ക് ഈ കാണുന്ന യൂണിറ്റിൽ വരണം കേട്ടോ. 13 മീറ്റർ പറയുന്നത് ഓരോന്ന് സിംഗിൾ മീറ്ററും അതേപോലെ പിന്നെ കോമൺ ആയിട്ടുള്ളതും ലിഫ്റ്റിനുള്ള മീറ്ററൊക്കെ പാടെ കോമൺ മീറ്റർ ആയിട്ട് വരും. അങ്ങനെ 13 മീറ്ററാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പൺ ടെറസിൽ ഫ്യൂച്ചറിൽ വല്ല ജിമ്മോ അങ്ങനത്തെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു അഡീഷണൽ മീറ്ററും കൂടി നമ്മൾ കൊടുക്കും. അപ്പോൾ 14 മീറ്ററോളം നമുക്ക് ഈ പാനലിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് ഈ കാണുന്ന ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അത് ലിഫ്റ്റിൻ്റെ ഏകദേശം മുകൾക്ക് അതിൻ്റെ പോയിൻറ്റും യൂജിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഏകദേശം അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മോൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഈ പാനലിൽ നിന്ന് മറ്റേ റൂമുകളിൽ നിന്നൊക്കെ വരുന്ന വീടിൽ നിന്ന് വരുന്ന മറ്റേ കേബിളൊക്കെ നമ്മൾ ഇതിൻ്റെ അടിക്ക് ഹോൾ അടിച്ചിട്ടുണ്ട്. ഇതാണ് കാണുന്ന പൈപ്പുകളിട്ട് കേട്ടോ. അതൊക്കെ ഓരോ വീട്ടിൽ നിന്ന് വരുന്ന രണ്ട് പൈപ്പാണ്. ഒന്ന് കോപ്പറിനും ഒന്ന് പവറിനുള്ളതാണ്. അത് നേരെ അടിക്ക് ഇറക്കിയിട്ട് സെറ്റ് ചെയ്യാണ്ട്. അതേപോലെ ഇവിടെയും അതേപോലെ ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലോറും നേരെ കട്ട് ചെയ്ത് ഇറക്കും. അത് ഓരോന്നായിട്ട് നേരെ മീറ്റർ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോകും. DBയിൽ നിന്ന് നേരെ പാനൽ ബോർഡിൽ കേട്ടോ. മോൾ ഭാഗത്ത് ഇപ്പോൾ വെൻറ്റിൽ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബോക്സ് ആദ്യം വെച്ചിട്ട് കറക്റ്റായി അടിയിൽ ഇങ്ങ് കണ്ടുണ്ടാവും. ചെറിയ ഭാഗങ്ങളിലൊക്കെ കട്ടിങ് ഓവറായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് വെക്കാനുള്ള പരിപാടിയാണ്. ബോക്സ് വെച്ച് കഴിഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് ബോക്സ് DB എല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വയറിങ് അതായത് കട്ടിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോർമലായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ബോക്സ് ഉറപ്പിക്കുക. അപ്പോൾ അതിന് തന്നെ നമ്മൾ ബോക്സ് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബോക്സ് ഇവിടെ മെറ്റൽ ബോക്സ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാസ്ക് ടേപ്പൊക്കെ ഇട്ടിട്ട് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കവറിങ് ചെയ്തിട്ടാണ് മെറ്റൽ ബോക്സ് വെക്കുന്നത് കേട്ടോ. ബാക്കും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ബ്ലാക്കും ഐവറിയും അഡാപ്റ്റർ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ഇവിടെയും സെയിം വീട് തന്നെയാണ് ടോട്ടൽ എല്ലാ ഭാഗത്തും വരുന്നത്. 4 കേട്ടോ. ഇതിൻ്റെ ഫ്ലോറിലിപ്പോൾ മുകളിലത്തെ കഴിഞ്ഞിട്ടില്ല. മുകളിലത്തെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലത്തെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കെട്ടിയിട്ടില്ല. അങ്ങനെ 3 ഫ്ലോറിൽ 12 വീടാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ടിൽ എന്തായാലും അതിൻ്റെ നെക്സ്റ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വിവരിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇനി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.